നമ്മളിന്ന് ഡൽഹിയിൽ വന്നിട്ടുള്ള മാരുതിയുടെ ഏറ്റവും പോപ്പുലർ മോഡലായ സ്വിഫ്റ്റിൻ്റെ 4th ജനറേഷൻ മോഡലിലെ ലോഞ്ചിനാണ്. സ്വിഫ്റ്റ് ഫസ്റ്റ് ജനറേഷൻ വന്നത് 2005 സെക്കൻഡ് ജനറേഷൻ 2011 തേർഡ് ജനറേഷൻ 2018 ഏകദേശം 3 മില്യൺ യൂണിറ്റ്സ് ആണ് മാരുതി സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ മോഡൽ ഇന്ത്യയിൽ വരുന്നത്. അത്രമാത്രം പോപ്പുലറാണ് സ്വിഫ്റ്റ് എന്ന മോഡൽ. സോ നമ്മളൊരു 4th ജനറേഷൻ മോഡലിൻ്റെ ഡിസൈൻ നോക്കിയാൽ തേർഡ് ജനറേഷൻ മോഡലിൽ ഒരു എവല്യൂഷൻ ഡിസൈനാണ് മാരുതി നൽകിയത്. എസ്പെഷ്യലി നമ്മൾ ഫ്രണ്ടിൽ നോക്കിയാൽ തന്നെ ഈ ഒരു ഹെഡ് ലാമ്പ് ഡിസൈൻ നോക്കിയാൽ ഒരു സ്മോക്ക്ഡ് എഫക്റ്റാണ് നൽകിയിട്ടുള്ളത്, പ്രൊജക്ടറാണ് നൽകിയിട്ടുള്ളത്. കൂടാതെ ഒരു ബൂമറാങ് ഷേപ്പിലുള്ള ഒരു LED DRL നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രില്ല് നോക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി പുതിയൊരു ഗ്രില്ലാണ്, നല്ല ബ്ലാക്ക് ഫിനിഷ് നൽകിയിട്ടുണ്ട്. കുറച്ച് വൈഡർ ഫീൽ നൽകാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ നമ്മളിവിടെ നോക്കിയാൽ ഫോഗ് ലാംപ്സിൻ്റെ ഇവിടെയും ഒരു ഷേപ്പിൽ ഒരു ബൂമറാങ് ഷേപ്പിലുള്ള ഡിസൈൻ തീമാണ് നൽകിയിട്ടുള്ളത്. ഫ്രണ്ട് കുറച്ചൊരു എടുത്ത് നിൽക്കുന്ന രീതിക്കാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു റേസ്ഡ് ആയിട്ടുള്ളൊരു ഹുഡ് നൽകിയിട്ടുണ്ട്, സുസുക്കിയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഓവറോൾ നമ്മൾ ഫ്രണ്ടിൽ നോക്കിയാൽ തന്നെ കുറച്ചൊരു ഗ്രോൺ അപ്പ് ലുക്കാണ് ശരിക്കും പുതിയ സ്വിഫ്റ്റിന് നൽകിയിട്ടുള്ളത്. സോ ഓവറോൾ സൈഡ് ഡിസൈൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് തേർഡ് ജനറേഷൻ സ്വിഫ്റ്റിൻ്റെ ഒരു എവല്യൂഷൻ തീം തന്നെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ശരിക്കും ഇതിനകത്ത് എടുത്ത് പറയേണ്ട ഈ ഒരു ക്യാരക്ടർ ലൈനാണ്. കാരണം ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി ഫുൾ 360 ആയിട്ട് പോകുന്ന ഒരു ക്യാരക്ടർ ലൈൻ മാരുതി നൽകിയിട്ടുണ്ട്. സോ സൈഡിൽ നിന്ന് നോക്കിയാൽ തന്നെ ആ ഒരു ഡിസൈൻ നമുക്ക് കാണാൻ പറ്റും. ഒരു ക്യാരക്ടർ ലൈൻ ഫുൾ 360 ഡിഗ്രിയിലാണ് വന്നിട്ടുള്ള ഡ്യുവൽ ടോൺ റൂഫ് നമുക്ക് കാണാൻ പറ്റും. ബ്ലാക്ക് ഫിനിഷാണ് റൂഫിന് നൽകിയിട്ടുള്ളത്. കൂടാതെ അലോവീൽസ് നോക്കി കഴിഞ്ഞാൽ 15 ഇഞ്ച് അലോവീൽസാണ്. 16 ഇഞ്ച് കൊടുക്കാമായിരുന്നു, 15 ഇഞ്ച് അലോവീൽസാണ് നൽകിയിട്ടുള്ളത്. അതിനൊരു ഡ്യുവൽ ടോൺ ഫിനിഷും മാരുതി നൽകിയിട്ടുണ്ട്. തേർഡ് ജനറേഷൻ മോഡലിൽ C-പില്ലറിലായിരുന്നു റിയർ ഡോറിൻ്റെ ഹാൻഡിൽ വന്നിരുന്നെങ്കിൽ ഇപ്പോൾ അത് കൺവെൻഷണൽ രീതിക്ക് തന്നെ റിയർ ഡോറിലേക്ക് വരുന്നത്. പക്ഷേ ഓവറോൾ ഡിസൈൻ നോക്കിയാൽ ശരിക്കും ആ തേർഡ് ജനറേഷൻ മോഡലിൽ ഒരു റെവല്യൂഷൻ ഡിസൈൻ തീമായിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ സ്വിഫ്റ്റിൻ്റെ റിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു പഴയ തേർഡ് ജനറേഷൻ മോഡലിൽ സ്വിഫ്റ്റിന് ഒരു എവല്യൂഷൻ ഫീൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ എടുത്ത് പറയേണ്ട ഈ ഒരു ക്യാരക്ടർ ലൈനാണ്. നമ്മൾ ഫ്രണ്ടിൽ കണ്ടാൽ ആ ഒരു ക്യാരക്ടർ ലൈൻ കണ്ടിന്യൂ ചെയ്ത് ശരിക്കും റിയറിലും വരുന്നുണ്ട്. ഫുൾ 360 ആയിട്ടാണ് ഈ ഒരു ലൈൻ പോകുന്നത്. കൂടാതെ സ്വിഫ്റ്റിന് ബാഡ്ജിങ് ഉണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം പുതിയൊരു ടെയിൽ ലാമ്പാണ്. ടെയിൽ ലാമ്പിൻ്റെ ഡിസൈൻ നോക്കി കഴിഞ്ഞാൽ പഴയ മോഡലിൻ്റെ ഒരു സിമിലറായിട്ട് തോന്നുമെങ്കിലും പുതിയൊരു ഡിസൈൻ തീമാണ് നൽകിയിട്ടുള്ളത്. ക്ലിയർ ലൈൻസ് ടൈപ്പാണ് നൽകിയിട്ടുള്ളത്. ബൂമറാങ് ഷേപ്പിലുള്ളൊരു LED DRL കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ടിൽ കണ്ടുള്ള സെയിം ഒരു LED DRL ടൈപ്പാണ് ബാക്കിൽ നൽകിയിട്ടുള്ളത്. അതുപോലെ ബമ്പറിൻ്റെ ഡിസൈൻ നോക്കിയാൽ തന്നെ ബമ്പറിന് കുറച്ചുകൂടി ഒരു സ്പോർട്ടി ഫീലാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ ക്യാമറ ഇപ്പോൾ ഇവിടെയാണ് വരുന്നത്. ക്യാമറ കുറച്ചുകൂടി ഒരു വൈഡ് ആംഗിൾ ക്യാമറയാണ് മാരുതി ഈത്തോണ്ട് നൽകിയിട്ടുള്ളത്. കൂടാതെ സെൻസേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ബൂട്ട് സ്പേസ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ 265 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് ആണ്. ശരിക്കും നല്ല ഡെപ്തുള്ള ബൂട്ട് സ്പേസ് ആണ്. അതിനവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ലഗേജ് എടുത്ത് വെക്കാൻ, ലോഡിങ് എടുത്ത് വെക്കാനായിട്ട് ഈ ഒരു ലിപ്പ് കുറച്ചുകൂടി കുറച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ. കൂടാതെ 60-40 സ്പ്ലിറ്റ് സീറ്റ് നൽകിയിട്ടുണ്ട്. പുതിയ സ്വിഫ്റ്റിൽ 2 പുതിയ കളർ ഓപ്ഷൻസ് വരുന്നത്, ഒരു ഓറഞ്ച് കളറിലും അതുപോലെ തന്നെ ഒരു ബ്ലൂ കളറുമാണ് പുതിയ കളർ ഓപ്ഷൻ വരുന്നത്. മൊത്തം 9 കളറിൽ സ്വിഫ്റ്റ് അവൈലബിൾ ആണ്. അതിൽ 3 എണ്ണത്തിലും ഡ്യുവൽ ടോൺ കളറും അവൈലബിൾ ആണ്. സോ നമ്മളിപ്പോൾ 4th ജനറേഷൻ സ്വിഫ്റ്റിൻ്റെ ഇൻറ്റീരിയറാണ്. ഇൻറ്റീരിയർ ഡിസൈൻ നോക്കി കഴിഞ്ഞാൽ ഓവറോൾ ഡിസൈൻ കംപ്ലീറ്റ്ലി പുതിയൊരു ഡിസൈൻ തീമാണ് നൽകിയിട്ടുള്ളത്. ശരിക്കും ഡാഷ് ബോർഡിനൊക്കെ തന്നെ നോക്കി കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ്ലി ഒരു 3-4 ലെയർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ലെയർ, അതുപോലെ തന്നെ ഇവിടെ ഒരു വേറെ ലെയർ, അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി ഒരു ഡിഫറെൻറ്റ് ഫീലാണ് നൽകിയിട്ടുള്ളത്. അതൊരു ലൈൻ നോക്കി കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് കണ്ട ക്യാരക്ടർ ലൈൻ്റെ ഒരു ഇൻസ്പയർ ചെയ്യുന്നൊരു ലൈനാണ് ശരിക്കും മാരുതി ഒരു ഇൻറ്റീരിയറിൽ നൽകിയിട്ടുള്ളത്. ഇൻഫോടൈം സിസ്റ്റം നോക്കി കഴിഞ്ഞാൽ 9 ഇഞ്ച് ഇൻഫോടൈം സിസ്റ്റമാണ്. വണ്ടിയിൽ കീ ഇല്ല, അതുപോലെ ഓൺ ചെയ്ത് കാണിക്കുന്നത് 9 ഇഞ്ച് ഇൻഫോടൈം സിസ്റ്റമാണ്. നമ്മൾ ബലീനോയിലെല്ലാം കണ്ടുപോലത്തെ ആ ഒരു സെയിം ഇൻഫോടൈം സിസ്റ്റമാണ്. പുതിയ സോഫ്റ്റ്വെയർ ആണ് മാരുതി നൽകിയിട്ടുള്ളത്. അതുപോലെ ഇവിടെ ക്ലൈമറ്റ് കൺട്രോൾ നൽകിയിട്ടുണ്ട്. ഈ ക്ലൈമറ്റ് കൺട്രോൾ ഡിസൈൻ എല്ലാം നമ്മൾ ബലീനോയിലെല്ലാം കണ്ട ഒരു സിമിലർ ടൈപ്പ് ഓഫ് ഡിസൈനാണ് നൽകിയിട്ടുള്ളത്. താഴത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു 12 വോൾട്ടിന് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ USB ചാർജിങ് കൊടുത്തിട്ടുണ്ട്. ഇത് ഫാസ്റ്റ് ചാർജറാണ്, അത് മാരുതി എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ തന്നെ നമുക്കിവിടെ ഒരു വയർലെസ് ചാർജർ ഇപ്പോൾ ഫൈനലി സ്വിഫ്റ്റിൽ വരുന്നുണ്ട്. കൂടാതെ കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. കപ്പ് ഹോൾഡേഴ്സിൻ്റെ ഡെപ്ത് കുറച്ചുകൂടി കൂട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടി വലിയ കപ്പൊക്കെ നമുക്ക് വയ്ക്കാൻ പാകത്തുള്ള രീതിക്കാണ് ഡിസൈൻ നൽകിയിട്ടുള്ളത്. കൂടാതെ നമ്മുടെ എപ്പോഴും നമ്മുടെ മാരുതിയിൽ വരാറുള്ള പോലത്തെ 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് ഈ പർട്ടിക്കുലർ വേരിയൻറ്റിലുള്ള. സീറ്റിൻ്റെ ഡിസൈൻ നോക്കി കഴിഞ്ഞാൽ ഫാബ്രിക്കിന് കുറച്ച് ഡിഫറൻറ്റ് ടെക്സ്ചറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ചുകൂടി ബോൾസ്റ്ററിങ് കാര്യങ്ങളെല്ലാം സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു തിക്നെസ് കുറച്ചുകൂടി ആവാമായിരുന്നു എനിക്ക് തോന്നുന്നു. മേ ബി നമുക്ക് ഡ്രൈവിൻ്റെ സമയത്ത് കുറച്ചുകൂടി അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഓവറോൾ ലേഔട്ടും കാര്യങ്ങളെല്ലാം തന്നെ ശരിക്കും നമ്മളൊരു സ്വിഫ്റ്റിൽ കാണുന്നത് തേർഡ് ജനറേഷൻ മോഡൽ എന്താണ് ജസ്റ്റ് ഒരു എവല്യൂഷൻ മാത്രമാണ് നൽകിയിട്ടുള്ളത്. സ്റ്റിയറിംഗ് വീൽ സെയിം, എനിക്കൊരു കുറച്ചുകൂടി സൈസ് കൂടിയുണ്ടെന്ന് തോന്നുന്നു, വലിപ്പം കൂടിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് നൽകിയിട്ടുണ്ട്. മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീലാണ്, കൺട്രോൾസും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. അതുപോലെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോക്കി കഴിഞ്ഞാൽ തന്നെ പുതിയൊരു ഡിസൈനാണ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നൽകിയിട്ടുള്ളത്. പക്ഷേ ഫുള്ളി ഡിജിറ്റലല്ല വരുന്നത്, അനലോഗ് ക്ലസ്റ്ററാണ് വരുന്നത്. 4.2 ഇഞ്ചിൻ്റെ MID ആണ് വരുന്നത്. അതുകൂടാതെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. അതുപോലെ ഇവിടെയാണെങ്കിൽ നോക്കിയാൽ ഡോർ പാഡ്സിൽ ചെറിയൊരു ടെക്സ്ചറും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. സോ ഓവറോൾ നോക്കി കഴിഞ്ഞാൽ ഒരു പഴയ മോഡലിൻ്റെ ഒരു ജസ്റ്റ് ഒരു എവല്യൂഷൻ ആയിട്ടാണ് നമുക്ക് പുതിയ മോഡൽ തോന്നുന്നത്. നമുക്കിനി ബാക്ക് സീറ്റിൽ നോക്കാം. സോ നമ്മളിപ്പോൾ റിയറിലാണ്. റിയറിൽ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേസ് കുറച്ചുകൂടി ഇവിടെ കുറച്ചുകൂടി നമുക്കൊരു കർവ് ചെയ്ത് കൊടുത്തതുകൊണ്ട് അത്യാവശ്യം സ്പേസ് ഉണ്ട്. അത്യാവശ്യം ലെഗ് റൂമും കാര്യങ്ങളും അണ്ടർ തൈ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. സീറ്റാണെങ്കിലും ബാക്ക് സീറ്റ് കുഷനാണെങ്കിലും അത്യാവശ്യം ഒരു ആംഗിളാണ് വന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. അത്യാവശ്യം ഹെഡ് റൂമും കാര്യങ്ങളെല്ലാം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കൈവയ്ക്കുള്ളതും പക്ഷേ ആംബ്രസ്റ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ കൂടാതെ സ്വിഫ്റ്റിൽ നിന്ന് മറ്റൊരു അഡീഷൻ എന്ന് പറഞ്ഞാൽ റിയർ AC വെൻസ് വന്നിട്ടുണ്ട്. കൂടാതെ 2 ഫാസ്റ്റ് ചാർജിങ് USB പോർട്ട്, ബാക്കിലും 2 ഫാസ്റ്റ് ചാർജിങ് USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫോൺ വയ്ക്കാനുള്ള ചെറിയൊരു ഹോൾഡറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം
കംഫർട്ടബിൾ ആയിരുന്നു. അത്യാവശ്യം വലിയൊരു വിൻഡോയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലോസ്ട്രോഫോബിക് ഫീലോ കാര്യങ്ങളോ ഒന്നും സ്വിഫ്റ്റിലില്ല. ഇനി നമുക്ക് നോക്കേണ്ട എഞ്ചിൻ ഡീറ്റെയിൽസ് ആണ്. 4th ജനറേഷൻ സ്വിഫ്റ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ പുതിയൊരു എഞ്ചിനാണ്. സീരീസിലുള്ള എഞ്ചിനാണ് നമുക്ക് പുതിയ സ്വിഫ്റ്റിൽ കിട്ടുന്നത്. നേരത്തെ സീരീസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ സീരീസ് ആണ്. 1.2 ലിറ്റർ എഞ്ചിൻ തന്നെയാണ്. 81 PS ആണ് പവർ വരുന്നത്. 111 ന്യൂട്ടൺ മീറ്റേഴ്സ് ആണ് ടോർക്ക് വരുന്നത്. 5 സ്പീഡ് മാനുവലും 5 സ്പീഡ് AMTയിലും അവൈലബിൾ ആണ്. ഇതിന് പഴയ മോഡലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പവർ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഡൈനാമിക്സും കാര്യങ്ങളെല്ലാം ബെറ്റർ ആക്കിയിട്ടുണ്ട്. കാരണം പുതിയൊരു സസ്പെൻഷൻ സിസ്റ്റമാണ് നൽകിയിട്ടുള്ളത്. നമ്മൾ ഈ വരുന്ന ശനി ഞായർ നമ്മൾ സ്വിഫ്റ്റ് ഓടിക്കാൻ വേണ്ടി പോകുന്നത്. സോ അന്നേരം നമുക്ക് ശരിക്കും അറിയാൻ പറ്റും എന്തൊക്കെയാണ് ശരിക്കും സസ്പെൻഷനിൽ എന്താണ് മാറ്റുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്വിഫ്റ്റിന് എപ്പോഴും അതിൻ്റെ ഒരു മൈലേജ്, ഫ്യൂൽ എഫിഷ്യൻസിയുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ മാനുവൽ വേരിയൻറ്റ് പറഞ്ഞാൽ 24.8 kmpയിലും ഓട്ടോമാറ്റിക്കിന് വരുമ്പോൾ 25.7 kmpയിലാണ് മൈലേജ് വരുന്നത്. പുതിയ സ്വിഫ്റ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ സേഫ്റ്റി ഫീച്ചേഴ്സ്. സേഫ്റ്റിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്താണ് മാരുതി പുതിയ സ്വിഫ്റ്റിന് ഇറക്കിയിട്ടുള്ളത്. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് പുതിയ മോഡൽ വരുന്നത്. അതായത് ഫ്രം ബേസ് വേരിയൻറ്റ് ഓൺവേർഡ്സ് എല്ലാ മോഡലിലും നമുക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ഇത് കൂടാതെ നമുക്ക് ഹിൽ ഹോൾഡ് അസിസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ ESP തുടങ്ങിയ ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. സോ പുതിയ സ്വിഫ്റ്റിൽ 6 വേരിയൻസ് ആണ് വരുന്നത്. നമുക്ക് LX വരുന്നുണ്ട്, VX വരുന്നുണ്ട്, VXA ഓപ്ഷൻ, ZXA ആൻഡ് ZXA+ എന്നീ 6 വേരിയൻസ് ആണ് പുതിയ സ്വിഫ്റ്റിൽ വരുന്നത്. സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 6.48 lakhs ആണ്. സോ ഇതൊരു വളരെ ക്വിക്കായിട്ടുള്ളൊരു വാക്ക് റൗണ്ടാണ് എനിക്ക്. കാരണം ഭയങ്കര തിരക്കാണ്. സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, ഭയങ്കര പോപ്പുലറാണ്. എനിക്കൊന്ന് ഇന്ത്യയിലുള്ള എല്ലാ മീഡിയാസും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ക്വിക്കായിട്ടുള്ള വാക്ക് റൗണ്ടാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ സ്വിഫ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞാൽ ശനി ഞായർ നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ വരുന്ന May 16th ആണെന്ന് എനിക്ക് തോന്നുന്നു എംബാർഗോ. സോ അന്നേരം നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ന്യൂ സ്വിഫ്റ്റ്.